എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി. 4 വൈദികരെ ചുമതലയിൽ നിന്നും നീക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളിനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടിയുണ്ട്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട്. ബീന, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണല്ലേ? നിഖിൽ, ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി വന്നിട്ടുള്ളത്. 4 വൈദികരെ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. ഇവരെ ചുമതലകളിൽ നിന്ന് നീക്കിക്കൊണ്ട് പ്രസ്താവന സഭാ നേതൃത്വം ഇറക്കി. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറ, പാലാരിവട്ടം, മാതാനഗർ തുടങ്ങിയ പള്ളികളിലെ വികാരികളായിരുന്നു ഇവര്. 3 പേരും വിമത പ്രവർത്തനം നടത്തി എന്ന പേരിലാണ് ഇപ്പോൾ സഭാ നേതൃത്വം ഇവരെ ചുമതലകളിൽ നിന്ന് നീക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കൂടുതൽ വിമതർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സഭാ കോടതി സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിൽ അതിരൂപതയിൽ ഒരു സഭാ ട്രിബ്യൂണൽ ഉടൻ തന്നെ രൂപീകരിക്കുമെന്നാണ് അറിയുന്നത്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടി തന്നെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ട്രിബ്യൂണൽ രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് മുമ്പ് കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഒരു സൂചനയും ഇപ്പോഴുണ്ട്. എന്തായാലും സഭാ നേതൃത്വം, എറണാകുളം അങ്കമാലി അതിരൂപത സഭാ നേതൃത്വം കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സിനഡിൽ നിന്നും വത്തിക്കാനിൽ നിന്ന് നേരിട്ട് തന്നെ നിർദ്ദേശം വന്നിട്ടും ഏകീകൃത കുർബാന നടപ്പാക്കാൻ കൂട്ടാക്കാത്ത വിമത വൈദികർ ഇപ്പോഴും സഭയിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കൂടുതൽ നടപടിയുമായി മുന്നോട്ട് നീങ്ങാനാണ് സഭാ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ആലോചന.